തിരുന്നു അൻവർ പകുതി കഴിഞ്ഞിട്ടൊക്കെയാണല്ലോ ഷോ ഇതൊക്കെ കാണുന്നത്. എനിക്ക് അല്ല അത് വരയ്ക്കണം. ഞാൻ വരച്ചിടാൻ കുറച്ച് വഴുകി. അത് അതുകൊണ്ടാണ് അങ്ങനെ വന്നത്. ഫസ്റ്റ് ഇത് വരച്ചിടാനേ. ഇതും ഇപ്പൊ ക്ലിയർ ആണ്. അൻവറിന് ഇപ്പൊ MSSO BOSO അതൊന്നും അറിയാത്ത, സ്ട്രാറ്റജി ഒന്നും അറിയാത്തതല്ല പ്രശ്നം. പേടി ഇപ്പോഴും മാറിയിട്ടില്ല അൻവർ. അതാണ്. നമുക്ക് ആ പരിപാടി പറ്റില്ല. അല്ല ഇനി പേടി ട്രേഡ് എടുക്കാം. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. സ്റ്റാർട്ട് ചെയ്യുന്നതിനേക്കാളും മുന്നേ എങ്ങനെ ഉണ്ടായിരുന്നു ഇന്നത്തെ മാർക്കറ്റ് ഒന്ന് പറയൂ. ആരെങ്കിലുമൊക്കെ ഒന്ന് കൈബന്ധിച്ചിട്ട് പറയൂ. ജിതിൻ പറയൂ. സാറേ ഞാൻ പിന്നെ റീസ്റ്റാർട്ട് ചെയ്തു. അപ്പോ കുഴപ്പമില്ല. ഓക്കെ. വേറെ എന്തൊക്കെയാണ് ഒബ്സർവ് ചെയ്തൊക്കെ നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് ലൈവ് ഡിസ്കഷനിൽ നമുക്ക് ചെയ്യാം. വേറെ ആളുകൾക്ക് പറയൂ, 1-2 പേര് പറയൂ. ജിതി മാത്രം പറഞ്ഞാൽ പോരല്ലോ. എന്താ നിങ്ങൾക്ക് കൈബന്ധിക്കാൻ ഒരു ബുദ്ധിമുട്ട്? കാളിദാസ് പറയും എങ്ങനെ ഉണ്ടായിരുന്നു തോന്നല്? എനിക്ക് ഇന്ന് ഇന്റർവ്യൂ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ ഈവനിങ്ങിലാണ് സാറെ നോക്കാൻ പറ്റിയത്. അപ്പൊ നോക്കാൻ പറ്റിയപ്പോ തന്നെ നമ്മളുടെ ഒരു സ്ട്രാറ്റജി വർക്ക് ചെയ്യുന്നത് കാണാൻ പറ്റി കറക്റ്റായിട്ട്. ഓക്കെ. കാളിദാസിനെ മ്യൂട്ട് ചെയ്തോളൂ. ഭയങ്കര നോയ്സ്. ഒന്നല്ലെങ്കിൽ ഫാൻ, അല്ലെങ്കിൽ എവിടെ പുറത്ത് എവിടെ പോലെ. ഫൈസൽ ഹോസ്പിറ്റലാണ് ഒന്ന് കാണാൻ വന്നിരിക്കുന്നത് സാറേ. ഓക്കെ. ഫൈസൽ പറയും എങ്ങനെ ഉണ്ടായിരുന്നു മാർക്കറ്റ്? ഗുഡ് ഈവനിങ് സർ. ഇന്ന് രാവിലെ തന്നെ നമുക്ക് MSS കിട്ടിയായിരുന്നു. പിന്നെ ഉച്ചയായപ്പോഴാണ് BOS കിട്ടുന്നത്. അപ്പം പക്ഷെ കിട്ടിക്കഴിഞ്ഞപ്പോൾ നമുക്ക് എന്താ പറയാ, ഒരുപാട് സംശയങ്ങൾ ഉണ്ടായിരുന്നു. ഇവിടെ തന്നെ ആണോ ട്രെൻഡ് ലൈൻ വരക്കേണ്ടതെന്നില്ലേ. അതാണ് ഞാനെന്നാ ഇതില് അയച്ച സമയത്ത് ഇങ്ങനെ ഇവിടുന്ന് MSSന്റെ താഴെ MSSന്റെ ലോന്ന് BOSന്റെ ലോയിലൂടെ ഞാൻ മാർക്കറ്റിനെ കുറിച്ചിട്ടാണ് പറഞ്ഞത്, ട്രേഡിനെ കുറിച്ചിട്ടല്ല പറഞ്ഞത്. മാർക്കറ്റിനെ കുറിച്ചിട്ടാണ്. ഓവറോൾ മാർക്കറ്റിനെ കുറിച്ച് ചിലപ്പോ നമ്മളിപ്പോ പഠിച്ച സാറ് അയച്ച വീഡിയോസും കാര്യങ്ങളൊക്കെ കണ്ട് ആ സ്ട്രാറ്റജി കറക്റ്റ് വർക്ക് ചെയ്യുന്നത് കണ്ടു. അപ്പൊ അത് നല്ലൊരു എന്താ പറയാ, ഒരു പോസിറ്റീവ് എനർജി ആയി കിട്ടിയിട്ടുണ്ട്. പിന്നെ ഒന്ന് മൊത്തത്തിലൊരു വലിയ മൂവിങ് ഒന്നും മാർക്കറ്റിൽ കണ്ടില്ല. അഖില് പറയും എന്ത് തോന്നി മൊത്തത്തില്? സാറേ ഗുഡ് ഈവനിങ്. കുഴപ്പമില്ലാത്ത നല്ല മാർക്കറ്റായിട്ട് തോന്നി എനിക്ക്. മൂവ്മെന്റ് ഒക്കെ ഉണ്ടായിരുന്നു, എൻട്രീസ് ഒക്കെ ഉണ്ടായിരുന്നു. ഗോൾഡിൽ ഒന്നേ കണ്ടിട്ടുള്ളൂ, പക്ഷേ മറ്റുള്ള ഓരോ ഇതില് കുറച്ചധികം ഉണ്ടായിരുന്നു, ഓരോ കിട്ടിയിരുന്നു. ജംഷീർ പറയും. സാറേ ഇന്ന് രാവിലെ തന്നെ ഗോൾഡ് മാത്രമേ നോക്കിയുള്ളൂ. അപ്പൊ അതില് അത്യാവശ്യം കുഴപ്പമില്ലാതൊരു എൻട്രി കിട്ടിയിട്ടുണ്ടായിരുന്നു. ഗോൾഡ് മാത്രമായിരുന്നു നോക്കിയത്. ഇപ്പൊ രാവിലെ മൊത്തം സൈഡ് വൈസ് ആയിരുന്നു തോന്നുന്നത്, 9 മണി മുതൽ 12-1 മണി വരെ. അപ്പൊ പിന്നെ ഓപ്പർച്യൂണിറ്റി ഒന്നും കിട്ടിയില്ല. പിന്നെ ഉച്ചക്ക് ശേഷമാണ് ചെറിയൊരു അനക്കം കണ്ടത്. പിന്നെ അതിന് ശേഷം നല്ലോണം മൂവ്മെന്റ് ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പോഴേക്ക് ഞാൻ മിസ്റ്റേക്ക്. രാവിലെ ഭയങ്കര സൈഡ് വൈസ് ആയിരുന്നു തോന്നുന്നു, 9 മണി മുതൽ 12 മണി വരെ. ദിലീഷ് പറയൂ. ട്രേഡ് എടുത്തിരുന്നോ? നിങ്ങൾ കണ്ടോന്നില്ലല്ലോ. ഇന്ന് എനിക്ക് നമ്മുടെ സ്ട്രാറ്റജി പ്രകാരം വരച്ചിട്ടിട്ട് ബിറ്റ് കോയിനിൽ ഒരെണ്ണം, ഗോൾഡിൽ കണ്ടുകൊണ്ട് വരച്ചിട്ടു. പക്ഷെ ഓഫീസിൽ കുറച്ച് തിരക്കായി, അതേ സമയത്ത് തന്നെ പെട്ടുപോയി. ഈ 3 ട്രേഡ് എനിക്ക് എടുക്കാൻ പറ്റില്ല. പക്ഷെ ഇന്ന് എനിക്ക് 3ഉം ഞാനത് വരച്ച പ്രകാരം നല്ല ട്രേഡായിരുന്നു. എനിക്കത് നല്ല മാർക്കറ്റായിട്ട് തോന്നിയത്. നമ്മൾക്ക് ഞാൻ പെട്ടെന്ന് അവസാനിപ്പിക്കാൻ എന്താ വെച്ചാൽ, രാവിലെ സാറ് അനലൈസിങ് വീഡിയോയിൽ പറഞ്ഞതുപോലെ ഗോൾഡ് ആ ഒരു ലെവലിൽ നിന്ന് ഒരു കൺഫർമേഷൻ കിട്ടിയാൽ മുകളിലോട്ട് പോകുന്നു പറഞ്ഞാൽ അതുപോലെ വന്നതായിട്ട് കണ്ടു. വലിയ മൂവ്മെന്റ് ഇല്ലെങ്കിലും അത്യാവശ്യം ട്രേഡ് ചെയ്യുന്നവർക്ക് പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു മൂവ്മെന്റ് ആയിരുന്നു സാർ. അതാണ് നോക്കിയത്. പിന്നെ ഓയിൽ അങ്ങനെ നോക്കാറില്ല, അതുകൊണ്ട് അത്ര അതിനെപ്പറ്റി അങ്ങനെ അറിയില്ല. ഇന്നത്തെ മാർക്കറ്റിന്റെ പ്രത്യേകത എന്താണെന്ന് അറിയും? ഞാനിപ്പോ അടുത്ത കാലത്തൊന്നും ഇത്രയും പെർഫെക്റ്റ് മാർക്കറ്റ് കിട്ടിയില്ല. എന്തിനാന്നറിയും? നമ്മുടെ സ്ട്രാറ്റജിക്ക് വേണ്ടി. ആർക്കെങ്കിലും തോന്നിയിട്ടുണ്ടോ? അടുത്ത കാലത്തൊന്നും ഇത്രയും പെർഫെക്റ്റ് മാർക്കറ്റ് കിട്ടിയില്ല. ആരെങ്കിലും നോക്കിയിട്ടുണ്ടോ? എനിക്ക് ഞാൻ പറഞ്ഞു, എനിക്കത് 3 ട്രേഡിൽ നിന്ന് നമ്മുടെ സ്ട്രാറ്റജി പ്രകാരം കിട്ടി. ഗോൾഡിൽ 2 ഞാന് ബിറ്റ്കോയിനിലേക്ക് ഒരെണ്ണം കിട്ടാറില്ല നോർമൽ അങ്ങനെ. പക്ഷെ എനിക്കിന്ന് 3 കിട്ടി. പക്ഷെ എനിക്ക് എടുക്കാൻ പറ്റാത്തതിന്റെ ഭയങ്കര വിഷമം മാത്രമേ ഉള്ളൂ. ഗോൾഡിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാല്
ഒരു 3 സ്ട്രാറ്റജി മിനിമം കിട്ടിയിട്ടുണ്ട്. 3 രണ്ടെണ്ണം മിനിമം എനിക്ക് കിട്ടി വേൾഡിൽ മിനിമം. കിട്ടും. അതൊരൊറ്റ ട്രെൻഡ് ലൈൻ. ഇപ്പോഴാണ് ആ ട്രെൻഡ് ലൈൻ ഒന്ന് ബ്രേക്ക് വന്നത്. ഓക്കെ, ഇപ്പൊ അതിന് കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ മൾട്ടിപ്പിൾ ആയിട്ടുള്ള ഒരു റെസിസ്റ്റൻസ് വന്നു. ആ ട്രെൻഡ് ലൈന് ഒരു പൊട്ടിക്ക് ഇറങ്ങിയിട്ടില്ല. ഒരു പൊട്ടിക്ക് ഇറങ്ങാണ്ട് നമുക്ക് അടിപൊളി 3 സ്ട്രാറ്റജീസ് കിട്ടിയിട്ടുണ്ട്. അതെങ്ങനെയാന്നുള്ളതൊക്കെ ഞാൻ കാണിച്ചു തരാം. അതായത് നല്ല സൂപ്പർ മാർക്കറ്റ് നമ്മുടെ സ്ട്രാറ്റജിക്ക് വേണ്ട ഏറ്റവും സൂപ്പർ മാർക്കറ്റ് ഗോൾഡിൽ ഇത് തന്നെ ബി ടി സിയിലും സംഭവിച്ചിട്ടുണ്ട്. ബി ടി സി പിന്നെ ഞാൻ പറയാത്തതുകൊണ്ട് പറയുന്നില്ല. ബി ടി സിയിലും സംഭവിച്ചിട്ടുണ്ട്. ബി ടി സി ഞാൻ ഇടയ്ക്ക് ഞാൻ നോക്കിയിട്ടുണ്ടായിരുന്നു. ബി ടി സി ഞാൻ ഇടയ്ക്കൊന്ന് നോക്കിയിട്ടുണ്ടായിരുന്നു. എനിക്കൊരു ട്രേഡ് എടുക്കാൻ പറ്റുമോ എന്ന് അറിയാൻ വേണ്ടി നോക്കുന്ന സമയത്ത് നല്ല കിട്ടില്ല സ്ട്രാറ്റജി നമുക്ക് ബി ടി സിയിൽ എനിക്ക് ബി ടി സിയിൽ കണ്ടോ, നല്ല കിട്ടില്ല സ്ട്രാറ്റജി, നല്ല കിട്ടില്ലെന്ന് വെച്ചാൽ അത്രയും പെർഫെക്റ്റ് സംഭവം ബി ടി സിയിൽ കിട്ടി നമുക്ക്. വീണ്ടും ഇവിടെ വന്ന് വീണ്ടും അവസരം കിട്ടിയിരിക്കും. വീണ്ടും അവസരം കിട്ടും. ബി ടി സിയിൽ വീണ്ടും കൂടുന്ന അവസരം കിട്ടും. അപ്പോൾ ഇന്ന് നല്ല കിട്ടില്ല. എനിക്ക് ചോദിക്കാനുള്ളത് ലെവൽ 3 ആൾക്കാരൊന്ന് കൈബന്ധിച്ചിട്ട് മ്യൂട്ട് ചെയ്യും. ഗിരീഷ് മ്യൂട്ട് ചെയ്യും. ഭയങ്കരമായിട്ട് ലെവൽ 3 ആൾക്കാരൊന്ന് മ്യൂട്ട് ചെയ്യാം. ഗിരീഷ്, ബാദുഷ, ജംഷീർ, ഷാജ, അൻവർ, ഷെബില്, സൂരജ്, എൽദോ, എത്ര പേരുള്ള ലെവൽ 3? ബാക്കിയുള്ളവരൊക്കെ ഉറങ്ങുന്ന ആൾക്കാരാണോ? ഫൈസൽ ആറിൽ ലെവൽ 3 സബീഷ ലെവൽ 3 ജംഷീർ, കാളിദാസ്, ഷെബില്, റാഷിദ്, സർഫ്രാസ് ലെവൽ 3 കിടന്നുറങ്ങലായി തുടങ്ങിയപ്പോൾ കിടന്നുറങ്ങിയ അല്ല സാറേ, ഞാൻ ഇതിലുള്ളത് ഞാൻ നോക്കിയെന്ന് എനിക്ക് മനസ്സിലായില്ല ഇതിലാ. സൂരജ് ഇതിലിപ്പോ എല്ലാരും ട്രേഡ് എടുത്തിരുന്നോ? സൂരജ് ട്രേഡ് എടുത്തില്ലല്ലോ? എടുത്തിരുന്നോ? ഇല്ല സാറേ, ഞാനിത് ഇപ്പൊ മറ്റേ ബിറ്റ് കോയിന്റെ അത് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് സാറേ. കാരണം നല്ല അത്യാവശ്യം കിട്ടുന്ന സംഭവമായിരുന്നു കിട്ടിയത്. അപ്പൊ സാർ ഇന്നൊന്നും ഇപ്പൊ ഒരിക്കലും മറ്റേ ഇപ്പൊ ടച്ച് സോറി ബി ടി സിയില് ടച്ച് ആവുന്നേ ഉള്ളൂ നമ്മളെ പ്രോഫിറ്റ്. അപ്പൊ അത് നല്ല അല്ല, ഇത് കയറിപ്പോ ഇതൊന്നും പേടിക്കണ്ട കേട്ടോ. ഇത് ബ്രേക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവിടെ വരത്തും. ഇവിടം വരത്തും കയറിപ്പോ. ബ്രേക്ക് ചെയ്യുന്ന ഇവിടം വരത്തും എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുന്ന് ഒരു പ്ലേ ഉണ്ടാവും, ഇതിന്റെ ഉള്ളിൽ നിന്ന് ഒരു പ്ലേ ഉണ്ടാവും, എന്നാലും ഇവിടം വരത്തും ഉണ്ടാവും. ഇവിടം വരത്തും. അപ്പൊ ഇതില് അത് അവിടെ എന്തിലും വെച്ചോ, വേണമെങ്കിൽ ഇവിടെ വെച്ചോ. ഞാൻ അതിന്റെ ടോപ്പ് ഓക്കെ. അപ്പൊ അത്രയും നല്ല സൂപ്പർ മാർക്കറ്റ് ആയിരുന്നു ബിറ്റ് കോയിലാണെങ്കിലും ഇതിലാണെങ്കിലും. പക്ഷെ ഓയിലിൽ അത്ര നല്ലൊരു മാർക്കറ്റ് ഞാൻ കണ്ടില്ല എന്നല്ല, അനാലിസിസിന് വിരുദ്ധമായിരുന്ന കാലത്ത് ഇറങ്ങിപ്പോകുന്നു. ഓയിലിൽ ഉണ്ടായിരുന്നു, സെൽ ഓപ്പർച്യൂണിറ്റി ഉണ്ടായിരുന്നു, അനാലിസിസിന് വിരുദ്ധമായിട്ടൊന്നും ഓയിലിൽ ഇറങ്ങിപ്പോകും. ഓക്കെ, എന്തായാലും നമ്മളിപ്പോൾ ഇവിടെ ഇരിക്കുന്ന പോസ്റ്റ് മാർക്കറ്റ് അനാലിസിസിലാണ്. നമുക്ക് അതിലേക്ക് കടക്കാം. നമുക്ക് ഒരിക്കലും മിസ്സാകാൻ പറ്റാത്ത അല്ലെങ്കിൽ മിസ്സാക്കാൻ പാടില്ലാത്തൊരു മാർക്കറ്റായിരുന്നു സംഭവിച്ചതെന്ന് പറയാൻ വേണ്ടിയിട്ടായിരുന്നു ഞാൻ നിങ്ങളോട് ചോദിച്ചത്. ഓക്കെ, അപ്പൊ അതുപോലെ തന്നെ നമ്മൾ കോട്ടിലൂടെ തന്നെ സ്റ്റാർട്ട് ചെയ്യാം. കോട്ട് എന്ന് പറയുന്നത് ഫോക്കസിങ് സോൾലി ഓൺ ദ ഔട്ട്കം ഡിട്രാക്ട്സ് ഫ്രം ദ പ്രോസസ്. ദിസ് ഫോക്കസ് മേ dilute your decisions, diminish the quality of your trades and negatively impact your results. അതായത് നിങ്ങൾ ഔട്ട്കമ്മിലേക്ക്, അതായത് റിസൾട്ടിലേക്ക് ഫോക്കസ് ചെയ്യുന്ന സമയത്ത് പ്രോസസ്സിനെ മറന്നു പോകുന്നു. നിങ്ങൾ വളരെ പ്രധാനപ്പെട്ട ഒരു ഇന്റർവ്യൂ ഞാൻ മുന്നും പറഞ്ഞിട്ടുണ്ട്. MS ധോണിയെ കുറിച്ച് അറിയുന്ന ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കൈബന്ധിക്കൂ. MS ധോണി, MS ധോണി, കല എന്നൊക്കെ പറയുന്ന ആളുകളെ കുറിച്ചൊക്കെ അറിയുന്ന ആളുകൾ. ഷാനാസിന് മാത്രമേ അറിയുള്ളൂ എന്നാണ്, വേറെ ആർക്കും അറിയില്ല. MS ധോണിക്ക് ഒരു ക്ലിപ്പ് ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുന്നുണ്ട്, നിങ്ങൾ കണ്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. MS ധോണിയോട് ചോദിച്ചിരുന്നു എങ്ങനെയാണ് കൂളായിട്ട് കാമായിട്ട് നിങ്ങൾ എങ്ങനെ ഫീൽഡിൽ നിൽക്കുന്നത്. കാരണം ഇത്രയധികം 10,000-കണക്കിന് ആളുകളുടെ ഒച്ചയും ബഹളത്തിന്റെ ഇടയിൽ ഇത്രയും കൂളായി കാമായി നിന്ന് കാര്യങ്ങൾ ഡിസിഷൻ എടുക്കാനും അതുപോലെ തന്നെ അതിനനുബന്ധിച്ച് നിങ്ങൾ കൂളായിട്ട് ഇരിക്കുകയും യാതൊരുവിധ പ്രകോപനവും ഇല്ലാതെ വളരെ കൂളായിട്ട് ഇരിക്കുന്ന എങ്ങനെയാണെന്ന് ചോദിച്ച സമയത്ത് MS ധോണി പറഞ്ഞൊരു കാര്യം ഉണ്ടായിരുന്നു. എന്താണ്? ഞാൻ റിസൾട്ടിനെ അല്ല നോക്കുന്നത്, പ്രോസസ്സിനെയാണ് നോക്കുന്നത്. ആ പ്രോസസ്സിൽ ഞാൻ ബിലീവ് ചെയ്യുന്നു, അല്ലെങ്കിൽ അതുമായിട്ട് ഞാൻ മുന്നോട്ട് പോകുന്നു. അപ്പൊ അതുകൊണ്ടാണ് എനിക്ക് പ്രോസസ്സിൽ ഞാൻ കൂടുതൽ ഫോക്കസ് ചെയ്യുന്ന സമയത്താണ് റിസൾട്ട് അതിന്റെ പുറകിൽ വരുന്നു എന്നുള്ളതാണ്. അതാണ് ഇന്നത്തെ കോട്ട് ആക്ച്വലി. അതായത് പ്രോസസ്സും റിസൾട്ടും തമ്മിൽ രണ്ടും വ്യത്യാസമുണ്ട്. പ്രോസസ്സ് എന്താണ്? നമ്മൾ ഓരോ സ്റ്റെപ്പും എങ്ങനെ എടുക്കണം എന്നുള്ളതാണ് പ്രോസസ്സ്. ഓരോ സ്റ്റെപ്പിനെയും കൃത്യമായി അനലൈസ് ചെയ്ത്
അവലോകനം ചെയ്ത് നമ്മൾ മുന്നോട്ട് വെക്കുന്നതിനാണ് പ്രോസസ്സ് എന്ന് പറയുന്നത്. അതിന്റെ റിസൾട്ട് എന്ത് തന്നെയായാലും നമ്മൾ എടുക്കുന്ന പ്രോസസ്സിൽ, അതായത് നമ്മൾ പ്രോസസ്സിൽ എത്രത്തോളം ശ്രദ്ധാപൂർവമായി ഇടപെടുന്നോ അതിനനുസരിച്ച് റിസൾട്ട് വരുള്ളൂ. അല്ലാതെ വെറുതെ നമ്മൾ ഓടിക്കേറി ഒരു ട്രേഡ് എടുക്കുന്ന സമയത്ത് എനിക്ക് $10 ലാഭം വേണം, $20 ലാഭം വേണം, അല്ലെങ്കിൽ $50 ലാഭം വേണം എന്നൊക്കെ പറഞ്ഞ് നമ്മൾ റിസൾട്ടിലേക്ക് നോക്കുകയും പ്രോസസ്സിനെ മറക്കുകയും ചെയ്യുന്ന സമയത്ത് എന്തൊക്കെ സംഭവിക്കും? നമുക്കൊരു ഡിസിഷൻ എടുക്കാൻ കഴിയാത്ത ഒരു അവസ്ഥയിലേക്ക് എത്തും. അതുപോലെ നമ്മുടെ ക്വാളിറ്റി ഓഫ് ട്രേഡ്സിന്റെ ക്വാളിറ്റി തകർക്കപ്പെടും. പിന്നെ എന്താ ഉണ്ടാവുക? അത് ഒരു നെഗറ്റീവ് ഇമ്പാക്റ്റിലേക്ക് വരും. നെഗറ്റീവ് ഇമ്പാക്റ്റ് ഇതിന്റെ മുകളിൽ വരിക, റിസൾട്ടിന്റെ മുകളിൽ വരും. അതായത് റിസൾട്ടിൽ കൂടുതൽ ഫോക്കസ് ചെയ്യുന്നിടത്തോളം നിങ്ങൾ ആ പ്രോസസ്സിനെ നശിപ്പിച്ച് കളയും, അല്ലെങ്കിൽ തകർക്കപ്പെടും. നിങ്ങളാൽ തന്നെ തകർക്കപ്പെടും, അല്ലെങ്കിൽ തകർക്കും എന്നാണ് ഇന്നത്തെ കോട്ട് പറയുന്നത്. ഇത് വായിച്ചു കഴിഞ്ഞിട്ട് ആർക്കെങ്കിലും മനസ്സിലായിരുന്നോ? മലയാളത്തിൽ കൊടുത്തിട്ടുണ്ടായിരുന്നോ? ആർക്കെങ്കിലും എന്തെങ്കിലും മനസ്സിലായിട്ടുണ്ടായിരുന്നോ? അല്ലെങ്കിൽ എന്തെങ്കിലും രീതിയിൽ ഇത് ഇമ്പാക്ട് ചെയ്തിരുന്നോ നിങ്ങളെ? ഇത് വായിച്ചു കഴിഞ്ഞതിന് ശേഷം എന്തെങ്കിലും ഒന്ന് കൈവന്നിച്ചിട്ട് പറയുക ആരെങ്കിലും. മനസ്സിലായ ആളുകൾ, മനസ്സിലാവാത്ത ആളുകൾ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കൈവന്നിച്ചിട്ട് പറയും. പറഞ്ഞോളൂ, ഷാജാൻ പറഞ്ഞോളൂ. കോട്ട് വായിച്ചിരുന്നു, അത് സംഭവം മനസ്സിലാവുകയും ചെയ്തു. പക്ഷെ അതിനനുസരിച്ചുള്ള ചാർട്ടിലോ മാർക്കറ്റിലോ ഇരിക്കാൻ പറ്റിയിട്ടില്ല എന്ന് മാത്രം. പക്ഷെ അത് നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള കോട്ട് തന്നെയാണ്. പറഞ്ഞോളൂ ജബി, പറഞ്ഞോളൂ. സർ, നമ്മളെപ്പോഴും എനിക്ക് ഇത്ര പ്രോഫിറ്റ് ഉണ്ടാക്കണം എന്ന് കരുതിയിട്ടായിരിക്കുമല്ലോ ട്രേഡ് ചെയ്യുന്നത്. പക്ഷെ അതിൽ മാത്രം സർ പറഞ്ഞ പോലെ തന്നെ അതിൽ മാത്രം ഫോക്കസ് ചെയ്യാതെ നമ്മൾ എടുക്കുന്ന സ്ട്രാറ്റജീസും അല്ലെങ്കിൽ ഫോളോ ചെയ്യുന്ന പ്രോസസ്സും എല്ലാം കറക്റ്റ് ആയിട്ട് പോവുകയാണെങ്കിൽ ഒരു ഔട്ട്കം തന്നെ ഉണ്ടാവും. എനിക്ക് കോട്ട് കിട്ടിയത് ഒരു 14 വർഷം മുന്നുള്ള ഒരു യൂട്യൂബ് വീഡിയോ ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോഴൊന്നല്ല, കുറച്ചു കാലം മുന്നേ ഞാൻ ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അതില് ഈ ഒരു സബ്ജക്റ്റിനെ കുറിച്ചിട്ട് വലിയ രീതിയിൽ, വളരെ വലിയ രീതിയിൽ എന്ന് വെച്ചാൽ യൂട്യൂബ് വീഡിയോ എന്ന് പറയുമ്പോൾ ഏറെക്കുറെ എനിക്ക് തോന്നുന്നു 1 മണിക്കൂറും 10 മിനിറ്റോ അങ്ങനെ എത്രയും ഉണ്ടായിരുന്നു. ഇന്നലെ ഞാൻ അതിരുന്ന് കണ്ടു. ഞാൻ അറിയാവുന്ന കാര്യം തന്നെയായിരുന്നു, പക്ഷെ അതൊക്കെ എന്നെ ഒരുപാട് ഹെൽപ്പ് ചെയ്ത എന്റെ തുടക്ക കാലഘട്ടത്തിൽ ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ സൈക്കോളജി ഒക്കെ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്തിരുന്ന ഒരു കാര്യമായിരുന്നു. അപ്പൊ അതില് ഇങ്ങനൊരു ഇത് യാദൃശികമായിട്ടല്ല, ഇന്നലെ ഫ്രീ ടൈം ആയിരുന്നപ്പോൾ ഇരുന്ന് കണ്ടതാണ്. ഞാൻ സൈക്കോളജി വീഡിയോസ് ഒക്കെ ഇങ്ങനെ ഇരുന്നു. ഞാനൊരു ടോപ്പിക്ക് പറഞ്ഞിട്ടുണ്ടായല്ലോ, അത് എടുക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു പ്ലാനിങ്ങിലായിരുന്നു. അപ്പൊ അതിന് റെഫർ ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു നോക്കണ്ട. അപ്പൊ അതില് ഈ ഒരു കാര്യം അവർ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. കാരണം എന്താ വെച്ചാൽ നമ്മൾ പ്രോസസ്സിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഉണ്ടാവുന്ന കുറച്ച്, പ്രോസസ്സിലേക്കല്ല സോറി, നമ്മൾ ഔട്ട്കമ്മിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഉണ്ടാവുന്ന കുറച്ച് ഒരു ഗ്യാപ്പിനെ കുറിച്ചിട്ടാണ് അതിന്റെ മെയിൻ വീഡിയോ. ആ ഒരു ഗ്യാപ്പ് ഉണ്ട്, പ്രോസസ്സും അതുപോലെ തന്നെ ഔട്ട്കമും തമ്മിലുള്ള ഒരു ഗ്യാപ്പ് ഉണ്ട്. അതായിരുന്നു ആ വീഡിയോയുടെ സബ്ജക്റ്റ് ആക്ച്വലി. അപ്പോൾ ആ ഒരു ഗ്യാപ്പ് ഏത് രീതിയിൽ നമ്മളെ എഫക്റ്റ് ചെയ്യും, പ്രോസസ്സിലേക്ക് കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്ന സമയത്ത് ആ ഗ്യാപ്പിനെ എങ്ങനെ നമുക്ക് ഓവർകം ചെയ്യാം, അതുപോലെ തന്നെ റിസൾട്ടിലേക്ക് കൂടുതൽ പ്രോസസ്സ് ചെയ്യുന്ന സമയത്ത് ആ ഗ്യാപ്പ് എങ്ങനെ വൈഡ് ആവും എന്നായിരുന്നു ആ വീഡിയോയുടെ സബ്ജക്റ്റ് ആക്ച്വലി. അപ്പോൾ എങ്ങനെയാണ് എനിക്ക് കിട്ടിയത്? ഇന്ന് ഞാൻ നോക്കിയപ്പോൾ ഇതേ ഒരു തന്നെ ഇതേ ഇത് തന്നെ എനിക്ക് ഓൺലൈനിൽ കാണാനും കഴിഞ്ഞു. ഏറെക്കുറെ എനിക്ക് കാണാൻ കഴിഞ്ഞു. അങ്ങനെ സെർച്ച് ചെയ്ത് നോക്കിയപ്പോൾ ഏറെക്കുറെ ഇത് കാണാൻ കഴിഞ്ഞപ്പോൾ ഞാൻ അവിടുന്ന് കോപ്പി ചെയ്തിട്ട് അതിന്റെ ഒരു കുറച്ച് ചേഞ്ചസ്, വളരെ മൈന്യൂട്ടായ കുറച്ച് ചേഞ്ചസുകൾ വരുത്തിയിട്ടാണ് ഇന്നിപ്പോൾ പോസ്റ്റ് ചെയ്തത്. എനിക്കും ഇത് ഭയങ്കരമായിട്ട് കുറെ കാലത്തിന് ശേഷം ഇന്നലെ വീഡിയോ കണ്ടു. അതോടൊപ്പം തന്നെ ഒരു സെയിം കോട്ടും ഇന്ന് ഞാൻ കണ്ടു. അതെനിക്ക് ഭയങ്കര സ്പെഷ്യൽ ആയിട്ടുള്ള കോട്ടാണത്. പ്രത്യേകിച്ചും MSD അല്ലെങ്കിൽ MS ധോണി എന്ന് പറഞ്ഞത് എനിക്ക് ഫേവറേറ്റ് ആയിട്ടുള്ള പേഴ്സൺ ആണ്. അപ്പോ ആളുടെ ഒരു എപ്പോഴും എനിക്ക് ഈ ഒരു ഇത് വരുമ്പോൾ എപ്പോഴും ആ പ്രോസസ്സും ഔട്ട്കമ്മും വരുമ്പോഴെപ്പോഴും MS ധോണി ഓർമ്മ വരുമായിരിക്കും. എനിവേ, ജസ്റ്റ് ഇങ്ങനെ പറഞ്ഞു വെച്ച് പോയിരുന്നു മാത്രം. ജബി, ഓക്കെ. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഇന്നത്തെ അനാലിസിസിലേക്ക് കടക്കാം. അനാലിസിസ് എന്ന് പറഞ്ഞാൽ ഇന്നത്തെ അനാലിസിസിൽ വളരെ സിമ്പിൾ ആയിരുന്നു. എന്തായിരുന്നു? ഗോൾഡിന്റെ അനാലിസിസ് ആണ്. ആരൊക്കെ കണ്ടിരുന്നു ഗോൾഡിന്റെ അനാലിസിസ് ഒന്ന് പറയൂ. ഗോൾഡിന്റെ അല്ല, മൊത്തത്തിലുള്ള അനാലിസിസ് 8 പേര് കണ്ടിട്ടുള്ളൂ അല്ലെ? 9 പേര്. എന്തുകൊണ്ടാണ് ഇത്രയും ആളുകൾ കുറയുന്നത്? എനിക്ക് ഭയങ്കര വ്യൂസ് കുറയുന്നുണ്ട് കേട്ടോ നമ്മളിപ്പോ വീഡിയോസ്. ഞാൻ കാര്യമായിട്ട് പറഞ്ഞു, എന്താണെന്ന് അറിയില്ല. നമ്മളുള്ള ആളുകൾ പോലും കറക്റ്റായിട്ട് 14 പേര്, 36 പേരിൽ 14 പേര് മാത്രമേ കണ്ടിട്ടുള്ളൂ. ഇന്ന് ഗോൾഡിന്റെ അനാലിസിസിൽ ഒറ്റ എൻട്രിയെ പറഞ്ഞിട്ടുള്ളൂ. ആർക്കെങ്കിലും ഓർമ്മ ഉണ്ടോ? ഒരു ബൈ പറഞ്ഞിരുന്നു, ഒരു 2650 ആ റേഞ്ചിൽ വെച്ചിട്ട്. ഒറ്റ
വെരി ഒറ്റ ബുള്ളിഷ് ആയിരിക്കും തന്നെയാണ് ഒറ്റ പറഞ്ഞിട്ടുള്ളത്. ഒറ്റ ബയ്യും പറഞ്ഞിട്ടുണ്ടായിരുന്നു. സെല്ലിന്റെ കാര്യം ഞാൻ പറഞ്ഞപ്പോൾ സെല്ലൊന്നും കാര്യമായിട്ട് നോക്കുന്നില്ല എന്നും കൂടി പറഞ്ഞിട്ടുണ്ട്. അത് ഓർക്കണല്ലേ? ആ ഡിലീറ്റ് ചെയ്തൊന്നും എനിക്കറിയില്ല. ഞാൻ അങ്ങനെ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സെല്ലോ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞോന്ന് എനിക്കറിയില്ല. ഓർക്കുന്നില്ലേ ഗോൾഡില്? ഉണ്ട് സെല്ലില്ല സെല്ല് തന്നെയാണ് കാര്യമായിട്ട് പറഞ്ഞത്. ബുള്ളിഷ് ആയിരുന്നു തോന്നുന്നു. അതുപോലെ ഇവിടെയാണ് ഞാൻ വരച്ചു വെച്ചത്. ഓർക്കുന്നുണ്ടോ? എൻട്രി പോയിന്റ് എന്ന് പറഞ്ഞിട്ട് ഇവിടെയാണ് വരച്ചു വെച്ചത്. കറക്റ്റ് ഏരിയയിലാണ് വരച്ചു വെച്ചത്. കറക്റ്റ് ഏരിയയിലാണ് വരച്ചു വെച്ചത്. മാർക്കറ്റ് അതെ അവിടുന്ന് 50 കറക്റ്റ് മിനിറ്റില് പറഞ്ഞിട്ട് കറക്റ്റ് ആ 15 മിനിറ്റ്സിൽ മാക്സിമം അതെ എൻട്രി പോയിന്റ് ഫസ്റ്റ് എൻട്രി ഇതായിരുന്നു. സെക്കൻഡ് എൻട്രി ഞാൻ പറഞ്ഞിരുന്നു ഇതിന്റെ മുകളിലേക്ക് എന്നുള്ള ലെവലിലേക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓർക്കുന്നുണ്ടോന്ന് അറിയില്ല. ഈ ബ്ലൂ ലൈൻ ആയിരുന്നു സെക്കൻഡ് എൻട്രി പറഞ്ഞിരിക്കുന്നത്. ഏറെക്കുറെ പറയുകയാണെങ്കിൽ 100% പറഞ്ഞാൽ നമ്മൾ അച്ചിട്ട പോലെ സംഭവിച്ചതാണ് ഗോൾഡിൽ. ആരെങ്കിലും എടുത്തിരുന്നോ? ആ ട്രേഡ് ആരെങ്കിലും എടുത്തിരുന്നോ? ഗോൾഡിൽ ഈ ട്രേഡ് ആരെങ്കിലും എടുത്തിരുന്നോ? ഈ ട്രേഡ് ഒന്ന് സാർ കൈവന്നിക്കാം. എടുത്തിട്ടുണ്ട്. ആരെടുത്തിരിക്കുന്നത്? ജംഷീർ എടുത്തുണ്ട്. പിന്നെ ആരെടുത്തു? കൈവന്നിക്കും. ജംഷീറും പിന്നെ ആരാ? ആനന്ദ് എടുത്തുണ്ട്. ഞാൻ സതീഷ് ആ എടുത്തു. ഞാൻ ആ ട്രേഡല്ല എടുത്തത് സാറേ. ആ ട്രേഡ് ഞാൻ അനാലിസിസ് വീഡിയോ കാണുമ്പോഴേക്കും അത് മിസ്സായി പോയി. മിസ്സായോ? അതിനടുത്ത് വന്ന് മിസ്സായില്ല. പക്ഷെ വന്നത് കുറെ സമയത്തിന് ശേഷം വന്നത്. 10:45 വന്നത് ഇവിടെ കണ്ടില്ല. വന്നത് കുറെ സമയത്തിന് ശേഷം. പറയാം. ഞാൻ അതിന്റെ അടുത്ത ട്രേഡ് എടുത്തത് തോന്നുന്നു. ഇതില് വന്നിട്ട് ഇത് എടുത്തിട്ടുണ്ടാവും അല്ലേ? അതാണെന്ന് തോന്നുന്നു. അതന്നെ തോന്നുന്നു. ജംഷീർ എടുത്തിട്ടുണ്ടായി. ക്ലോസ് ചെയ്തല്ലോ അത്? ഞാൻ എടുത്ത് ക്ലോസ് ചെയ്തു. ക്ലോസ് ചെയ്തു. വേറെ ആരും എടുത്തല്ലോ അല്ലെ? ഈ ഒരു ട്രേഡിന്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ നോക്കിയാൽ തന്നെ കാണാം 150 പിപ്പിന്റെ മൂവ്മെന്റ് ആണ് നടന്നിരിക്കുന്നത്. അവിടുന്ന് ആ ഒരു എക്സാക്ട് പോയിന്റ് എന്ന് പറഞ്ഞ 150 പിപ്പിന്റെ മൂവ്മെന്റ് ആണ് 140 പിപ്പിന്റെ മൂവ്മെന്റ് ആണ് നടന്നിരിക്കുന്നത്. അതിന്റെ സ്റ്റോപ്പ് ലോസ് എന്ന് പറയുമ്പോൾ 38 പിപ്പ്. എന്നാലും നിങ്ങൾ സ്റ്റോപ്പ് ലോസ് അടിക്കുകയാണെങ്കിൽ ഒരു $4 0.01 മറിച്ച് പ്രോഫിറ്റ് അടിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്താണ് അത് 140 പിപ്പ് എന്ന് പറഞ്ഞാൽ $14 പ്രോഫിറ്റ്. 14 എന്ന് പറയുമ്പോൾ അതിനൊരു കുറയ്ക്കുമ്പോൾ 11.80 കൂട്ടാം. അത്രയാണ് വന്നിരിക്കുന്നത്. അപ്പോൾ എന്നും ഞാൻ നിങ്ങളോട് പറയുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പ്രീ മാർക്കറ്റ് അനാലിസിസ് കണ്ടു കഴിഞ്ഞതിന് ശേഷം നിങ്ങളൊരു മിനിമം ഒരു 1 വീക്കെങ്കിലും നിങ്ങൾ അനാലിസിസ് അതിന് വരച്ചിടുക. അവർ പറഞ്ഞ എൻട്രി പോയിന്റും കാര്യങ്ങളൊക്കെ വരച്ചിടുക. അതിൽ സ്റ്റോപ്പ് ലോസും അതുപോലെ തന്നെ ടാർഗറ്റും വരച്ചിടുക, അല്ലെങ്കിൽ നോട്ട് ചെയ്ത് വെക്കുക. നോട്ട് ചെയ്ത് വെക്കുന്ന സമയത്ത് നിങ്ങൾ ഈ 5 ദിവസം കഴിഞ്ഞിട്ട് നിങ്ങൾ നോക്കുക എത്ര എണ്ണം 5 ദിവസം കഴിഞ്ഞിട്ട്, 5 ദിവസം എന്ന് വെച്ചാൽ ഒരാഴ്ചയാണ് പറഞ്ഞത്, ആഴ്ചയിൽ എത്ര എണ്ണം സക്സസ് ആയി എത്ര എണ്ണം ലോസ് ആയി എന്നുള്ളത്. നിങ്ങൾക്ക് ഈ ഒരു പാറ്റേൺ ആണ് പിടിക്കുന്നതെങ്കിൽ ഒരു 3 ട്രേഡ് ഇവിടെ ലോസ് വന്നാലും നിങ്ങൾക്ക് ആഴ്ചയിൽ ഒറ്റ ട്രേഡ് കിട്ടിയാൽ മതി പ്രോഫിറ്റ് ആവും. അതും നല്ല പ്രോഫിറ്റ് ഉണ്ടായിരിക്കും. കാരണം ഞാൻ എപ്പോഴും പറയാറുണ്ട്, ചെറിയ ട്രേഡുകളല്ല ഞാൻ മാക്സിമം ചെറിയ ട്രേഡുകളല്ല വെക്കാറ്, വലിയ ട്രേഡുകളാണ് വെക്കാറ്. അപ്പോൾ നല്ല പ്രോഫിറ്റ് ഉണ്ടായിരിക്കും. അതൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. ആദ്യം നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. ഞാൻ പറയുന്നത് കേട്ടിട്ട് ഒരിക്കലും എടുക്കാൻ നിൽക്കരുത്. നോട്ട് ചെയ്ത് വെക്കുക. നോട്ട് ചെയ്ത് കഴിഞ്ഞ് നിങ്ങൾ തന്നെ അത് മനസ്സിലാക്കണം, കാരണം അനാലിസിസിന്റെ ആക്യുറസി എന്താണെന്നുള്ളത്. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഇപ്പൊ ഗോൾഡിൽ നിന്ന് നമുക്ക് എങ്ങോട്ട് പോകാം? നമുക്ക് US ഓയിലിലേക്ക് പോകാം. US ഓയിൽ ആക്ച്വലി പറഞ്ഞിരിക്കുന്ന ഏരിയ തന്നെയാണ്. ആ ഒരു ഏരിയ നിന്ന് മാർക്കറ്റ് കുറച്ച് US ഓയിൽ എന്തെങ്കിലും നോക്കിയിരുന്നോ? US ഓയിൽ എന്തെങ്കിലും നോക്കിയിരുന്നോ? ഐ മീൻ അനാലിസിസിൽ എന്തെങ്കിലും നോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു? ഞാൻ ആ ഒരു എൻട്രി പോയിന്റിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നില്ല തോന്നുന്നു. ഞാൻ അവിടെ വെയിറ്റ് ചെയ്തുകൊണ്ടായിരുന്നു, കിട്ടിയില്ല. ഏത് ഇതോ? അതിന് താഴെയായിട്ടും ഒരു കൺസൾട്ടേഷനിലെ സ്ഥലത്ത് കയറി അവിടത്തേക്ക് എത്തിക്കഴിഞ്ഞാൽ എൻട്രി നോക്കാൻ പറഞ്ഞിട്ടില്ലേ? ഇതിന്റെ താഴെ ഇവിടേക്ക് അവിടെ വരെ ഞാൻ വെയിറ്റ് ചെയ്തോണ്ടിരുന്നു. അവിടെ എത്തിയിട്ടില്ല. എത്തിയില്ല. അവിടേക്ക് എത്തിയില്ല. അത് ഇവിടുന്ന് കയറി. ഇനിയിപ്പോ എത്തുകയാണെങ്കിലും നോക്കണ്ട കേട്ടോ. ഇനി എത്തുകയാണെങ്കിൽ നോക്കണ്ട. ഇതിപ്പോ സെല്ലിംഗ് ഓപ്പർച്യൂണിറ്റി ആണ്. അത് കണ്ടില്ലേ? ഈ ക്യാൻഡിൽ ക്ലോസ് ചെയ്യുകയാണെങ്കിൽ സെല്ലിംഗ് ഓപ്പർച്യൂണിറ്റി. ഹൈനെ ഇന്നത്തെ ഹൈ ആണത്. കണ്ടോ? മനസ്സിലായോ? ഇല്ലല്ലോ? ഇന്നത്തെ ഹൈനെ ബ്രേക്ക് ചെയ്തിട്ടാണ് തിരിച്ചിറങ്ങി വരുന്നത് എന്നുള്ളത്. ഓക്കെ, അപ്പൊ സെല്ലിംഗ് ഓപ്പർച്യൂണിറ്റിയാണ്. അപ്പൊ ഇവിടേക്ക് എത്താനുള്ള സാധ്യത ഉണ്ട്, കാണുന്നുണ്ട്. എന്തായാലും ഇവിടെ എത്താനുള്ള ഒരു സെല്ലിംഗ് ഓപ്പർച്യൂണിറ്റി, ക്ലിയർ സെല്ലിംഗ് ഓപ്പർച്യൂണിറ്റി ഉണ്ട് ക്യാൻഡിൽ ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ. ഓക്കെ, ഒരു അങ്ങനെ തന്നെയല്ലേ പറഞ്ഞു. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ഞാൻ പറഞ്ഞില്ല, ഗോൾഡിലായിരുന്നു മുഴുവൻ കോൺസെൻട്രേഷൻ ചെയ്തിരുന്നത്. അപ്പൊ അതുകൊണ്ട് ഞാൻ പറഞ്ഞ ഒരു ഒന്ന് ഇവിടെയായിരുന്നു. എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഒന്ന് ഇതിരുന്ന ഏരിയ ആയിരുന്നു. രണ്ടാമത്തെ ഒരു ഏരിയ എന്ന് പറയുന്നത് ഇതായിരുന്നു അല്ലെ? ഇത് തന്നെയായിരുന്നു. സവീഷ് വേറെ ആരെങ്കിലും നോക്കിയിരുന്നോ? ഓയിൽ വേറെ ആരെങ്കിലും നോക്കിയിട്ടുണ്ടായോ? ഓയില് അടിയിലത്തെ ട്രെൻഡ് ലൈൻ വരച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ ഈ നേരത്തെ പറഞ്ഞ മാതിരി അതില് എത്തിയിട്ടില്ല. ഈ ഒരു ട്രെൻഡ് ലൈൻ അല്ലേ? ഇതാ ഇതും 2 ലൈൻ വരച്ചിട്ടുണ്ടായിരുന്നു. ഇത് വന്നു കഴിഞ്ഞാൽ വാലിഡ് ആവും. ആ ഒരു ട്രെൻഡ് ലൈൻ വരച്ചിട്ട് അതുവരെ പ്രതീക്ഷിക്കാൻ അടുത്ത പോയിന്റ് വരയ്ക്കുമ്പോഴും കിട്ടുന്നുണ്ട്.
അത് ഇത് കുറച്ചുകൂടി ഇത് ഇതോ heavy. ഇതോ ഇതോ ഇതിന്നല്ല അല്ല ഇപ്പൊ ഇത് ചേർത്തല്ലേ? ഇത് ചേർത്ത എന്റെ മാർക്ക് വരില്ലേ അവിടുന്ന്? ഇത് ചേർത്താ അതിന്റെ മുകളിൽ ഇത് ഇതിൽ നിന്നോ ഇത് വാലിഡ് ആവും. തന്നെ അത് വാലിഡ് ആവണം. നോക്കട്ടെ കേട്ടോ. വാലിഡ് ആവണം. ഇത് എവിടുന്ന പോരുന്നത്? വാലിഡ് ആവണം. പക്ഷെ വലിയൊരു ഏരിയ ആണ്. സ്റ്റോപ്പ് ലോസിന്റെ ഏരിയ വലിയൊരു ഏരിയ. കൺഫർമേഷൻ എടുക്കാൻ പറ്റുമോ നമുക്ക്? ഞാനും അതെ ഇത് വരച്ചു വെച്ചിട്ട് ഞാൻ വെയിറ്റ് ചെയ്യായിരുന്നു, ഇതുവരെ എത്തിയിട്ടില്ല മാർക്കറ്റ്. ഇവിടേക്ക് വാലിഡ് ആവും. വന്നാലും നോക്കാല്ലേ? നോക്കാം. പക്ഷെ വലിയൊരു സ്റ്റോപ്പ് ലോസ് ആണ് എടുക്കുന്നത് കേട്ടോ. നോക്കണേ, വലിയൊരു സ്റ്റോപ്പ് ലോസ് ഒക്കെ എടുക്കുന്നത് കണ്ടില്ലേ? കൺസോളേഷൻ ഏരിയ ആയതുകൊണ്ടാണ് ഞാൻ നോക്കാന്ന് പറഞ്ഞത് കേട്ടോ. ഇത് പക്ഷെ ബ്രേക്ക് ചെയ്ത് വന്നാലും ഇവിടെ ബ്രേക്ക് ചെയ്ത് വന്നിട്ട് ഒന്ന് ഞാൻ വിചാരിച്ചെന്ന് വെച്ചാൽ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാലും ഒന്ന് വെയിറ്റ് ചെയ്തിട്ട് നോക്കിയാൽ അതിനുള്ള മെത്തേഡ് ഉണ്ട് ആക്ച്വലി. അത് ഞാൻ നമ്മളിപ്പോ സ്ട്രാറ്റജിയുടെ തന്നെ ഒരു ഇനി വലിയൊരു ലെവലിലേക്ക് കടന്നിട്ടുണ്ട്. അപ്പൊ അതിനൊരു മെത്തേഡ് ഉണ്ട്. ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് എൻട്രി എടുക്കാനുള്ള ഒരു ലെവല്. അപ്പൊ ഞാനതൊന്ന് പറഞ്ഞു തരാം. ഇപ്പോഴല്ല, ഞാൻ പറഞ്ഞുതരാം കേട്ടോ. ഞാൻ ഷാജാനൊക്കെ പറഞ്ഞുതരാം കേട്ടോ. ഇപ്പോഴല്ല, ഞാൻ പറഞ്ഞുതരാം. ഓക്കെ. അപ്പോ ഇതൊരു സപ്പോർട്ട് ഏരിയ ആണ്. ഇതിപ്പോ ഡേയുടെ സപ്പോർട്ട് ഏരിയ ആണ് അല്ലെ? ഡേയുടെയാണത്. നോക്കട്ടെ, ഞാൻ അങ്ങനെയാണ് വർക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഡേയുടെ സപ്പോർട്ട് ഏരിയ ആണത്. ഡേയുടെ സപ്പോർട്ട് ഏരിയ തന്നെയാണത്. ഇവിടെ വരെ എത്തും കേട്ടോ. ഓക്കെ, ഡേയുടെ സപ്പോർട്ട് ഏരിയ ആണ്. അപ്പൊ ഇവിടെ വരെ എത്തും. കാരണം ഈ ലോ എടുക്കാനുള്ള സാധ്യത കൂടുതലാണ്. ലോ എടുത്തിട്ട് ഇവിടെ വരെ എത്തും. ഓക്കെ, നമുക്കത് ഇത് നോക്കാം. അനാലിസിസ് കഴിഞ്ഞിട്ട് നമുക്ക് പറയാം. അവസാനം പറയാം. ഒരു സെല്ലിംഗ് ഓപ്പർച്യൂണിറ്റി ഉണ്ട്. ഗംഭീര സെല്ലിംഗ് ഓപ്പർച്യൂണിറ്റി ഉണ്ട് എന്തായാലും. ഇവിടെ വരെ എന്തായാലും ഈ ലോ എടുക്കാനുള്ള സാധ്യത വളരെ കൂടുതലായിട്ട് കാണുന്നുണ്ട്. അറ്റ്ലീസ്റ്റ് ഇതിന്റെ ഉള്ളിലൊരു അവിടേക്ക് എത്തിയോ? ഒരു ഇംബാലൻസ് ഉണ്ടോ? അത് നോക്കട്ടെ. ചെറുതായി കാണുന്ന സമയത്ത് അവിടേക്കെങ്കിലും എത്താനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ട്. എനിവേ നമുക്ക് അവിടെ നിൽക്കട്ടെ. നമുക്ക് അനാലിസിസ് കഴിഞ്ഞിട്ട് നമുക്ക് ചെയ്യാം. നമുക്ക് എന്നും ചോദിക്കുന്നത് പോലെ അനാലിസിസ് ആക്ച്വലി നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ വർത്ത്ഫുൾ ആണെന്ന് തോന്നുന്നുണ്ടോ? പ്രീ മാർക്കറ്റ് അനാലിസിസ് എന്തൊക്കെ വിധത്തിലായിരിക്കും വർത്ത്ഫുൾ ആവുന്നത് എന്ന് പറഞ്ഞേ. ആരെങ്കിലും ഒന്ന് കൈവന്നിച്ച് പറഞ്ഞാൽ മതി. അപ്പൊ ഞാൻ അടുത്ത സ്റ്റെപ്പ് കൊണ്ടുവരാം. ഏതൊക്കെ രീതിയിലാണ് വർത്ത്ഫുൾ ആവുന്നത് എന്നുള്ളത് സവിഷ് പറയും. തീർച്ചയായും നമുക്ക് വർക്ക്ഫുൾ ആവുന്നുണ്ട്. നമുക്ക് ഒരു മാർക്കറ്റ് നോക്കുന്ന സമയത്ത് നമുക്ക് ഒരു ഐഡിയ കിട്ടുമല്ലോ, എന്തൊക്കെ ചെയ്യണം എന്നുള്ളൊരു ഐഡിയ കിട്ടുമല്ലോ. അപ്പൊ സാറിന്റെ അനാലിസിസ് കാണുന്ന സമയത്ത് നമുക്ക് ആ ഒരു കോൺഫിഡൻസ് കറക്റ്റ് ആ സാറ് പറഞ്ഞ ആ ഒരു രീതിയിൽ നമുക്ക് ചെയ്യാനും പറ്റുമല്ലോ. അപ്പൊ ഓക്കെ, അങ്ങനെയാണ് പറഞ്ഞത്. എനിക്കറിയില്ല. അടിപൊളി. പറയും അഖിൽ എങ്ങനെയാണ് വർക്ക്ഫുൾ ആവുന്നത്? ആകെ രണ്ടാൾക്ക് വരുന്നുള്ളൂ കേട്ടോ. അത് വേറെ കാര്യം. സാറേ അതന്നെ മെയിൻ ആയിട്ട് കോൺഫിഡൻസ് കൂട്ടുന്നുണ്ട് നമ്മളെ. കാരണം അത് കുറച്ച് നല്ല ആക്യുറേറ്റും കൂടി ആകുന്നുണ്ടല്ലോ. കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് ഞാനത് സ്ഥിരം വരച്ചിടലുണ്ട്. അപ്പോ നമുക്ക് നല്ല കോൺഫിഡൻസ് കിട്ടുന്നുണ്ട് ആ ഒരു റെസിസ്റ്റൻസിൽ എത്തുമ്പോൾ അല്ലെങ്കിൽ സപ്പോർട്ടിലെത്തുമ്പോൾ മാർക്കറ്റില്. അപ്പൊ നമുക്ക് കുറച്ചും കൂടി നമുക്ക് ഐഡിയയും കിട്ടുന്നുണ്ട് കാര്യത്തിൽ. ഓക്കെ. ഞാൻ ഈ പിക്ചർ ഒന്ന് അവിടുന്ന് കൊടുക്കി കൊണ്ടുവരുന്ന ഉള്ളിലൊന്ന് എന്തെങ്കിലും സംസാരിക്കാന്ന് വിചാരിച്ചു കൊണ്ടുവന്നു. ഓക്കെ, ജിതിൻ എന്ത് തോന്നുന്നു? സന്തോഷം തോന്നുന്നു? കോൺഫിഡന്റ് തോന്നുന്നു? പോയ പൈസയെ കുറിച്ചൊരു നിരാശ തോന്നുന്നു? എന്താ തോന്നുന്നു? നിരാശ ഒരിക്കലില്ല. അത് ഇപ്പൊ പഠിക്കാൻ വേണ്ടി ഇൻവെസ്റ്റ് ചെയ്ത പോലെ വെച്ചൊരു എമൗണ്ട് ആയിരുന്നു. അത് കുഴപ്പമില്ല അല്ലേ? ഇതാണ് ആക്ച്വലി ജിതിൻ ട്രേഡ്. നമ്മൾ എന്ത് റിസ്ക് വെക്കുന്നോ അതിന്റെ ഡബിള് നമുക്ക് കിട്ടിയിരിക്കണം. മനസ്സിലായോ? ഞാൻ വീണ്ടും ജിതിനോട് പറയുന്നത് അതാ ഞാൻ ആദ്യം ചോദിച്ചത്. നിരാശയാണോ അതുപോലെ സങ്കടമാണോ എന്നുള്ളൊരു കോൺഫിഡന്റ് ആണോ? ഒരു നല്ലൊരു ക്ലിയർ മൈൻഡ് ആണെങ്കിൽ മാത്രമേ ഇത് എടുക്കുള്ളൂ, പറഞ്ഞെടുക്കുള്ളൂ. അല്ലെങ്കിൽ ഞാൻ പലതവണ ജിതിനോട് പറഞ്ഞ കാര്യമായിരുന്നു. എന്താണ്, ഒരിക്കലും 1:1 അല്ലെങ്കിൽ 1:1 താഴെയൊന്നും ഒരിക്കലും എന്ത് ഉണ്ടാവരുത്, റിസ്ക് റിവാർഡ് വെക്കരുത് എന്നുള്ളത്. ഇത് അത്യാവശ്യം എനിക്ക് തോന്നുന്നു 1:3 എന്തായാലും ഉണ്ടാവും അല്ലേ? 1:3 ഉണ്ടായിരിക്കണം. അപ്പൊ ഒരു ട്രേഡിലേക്ക് പോകുന്ന സമയത്ത് ജിതിൻ ഉറപ്പിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് 1:2 എത്തുമോ എന്നുള്ളത് എന്തായാലും ഉറപ്പിക്കാൻ ശ്രമിക്കുക. അറിയാലോ ഹൈ എന്തൊക്കെയാണ്, ഹൈ നോക്കുന്ന സമയത്തൊക്കെ അറിയാലോ. പിന്നെ ഒരിക്കൽ പോലും വലിയ സ്റ്റോപ്പ് ലോസുകൾ വെക്കാതിരിക്കുക. അതാണ് സംഭവിച്ചിരിക്കുന്നത്. $10 സ്റ്റോപ്പ് ലോസ് അടിച്ചു പോവാന്ന് പറയുമ്പോൾ വലിയ സ്റ്റോപ്പ് ലോസ് ആണ്. മനസ്സിലായി? അപ്പൊ അതിനനുസരിച്ചുള്ള ഇപ്പോഴല്ല ഞാൻ പറഞ്ഞത്, കഴിഞ്ഞ ദിവസം എന്താണ് പറഞ്ഞത്. അപ്പോൾ ഒരിക്കൽ പോലും അത് ചെയ്യാതിരിക്കുക. അപ്പൊ അങ്ങനെ ചെയ്യാതിരിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ചെറിയ ടൈം ഫ്രെയിമിൽ പോയിട്ട് പിക്ക് ചെയ്യുക. 1 മിനിറ്റ് ഇപ്പോൾ നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആണ്. ഹയർ ടൈം ഫ്രെയിമിൽ അനാലിസിസ് ചെയ്യുക. ഹയർ ടൈം ഫ്രെയിം എന്ന് വെച്ചാൽ 15:5:1 പോവാം, അല്ലെങ്കിൽ 5:3:1 പോവാം. മനസ്സിലായോ? ഓക്കെ. അപ്പോ
പോകുന്ന സ്റ്റോപ്പ് ലോസ് പോകട്ടെ എന്നുള്ള രീതിയിൽ വെക്കുക. ചെറിയ സ്റ്റോപ്പ് ലോസ് ആയിരിക്കണം, വലിയ സ്റ്റോപ്പ് ലോസ് ആവരുത്. അപ്പൊ പോകുന്ന സ്റ്റോപ്പ് ലോസ് പോകട്ടെ എന്ന് വെക്കണം. അതിന്റെ എടുക്കേണ്ട മിനിമം 1:2 മിനിമം എങ്കിലും നമുക്ക് കിട്ടണം എന്നുള്ള രീതിയിലേക്ക് എടുക്കുക. അപ്പൊ ഇവിടെ ഞാൻ കാര്യമായിട്ടൊന്നും പറയാനില്ല. കാരണം എന്താണ്, ക്ലിയർ ആയിട്ട് സ്ട്രാറ്റജി വർക്ക് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ അറിയാലോ, കണ്ടില്ലേ, ഇപ്പൊ അതിൽ സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസിന്റെ അഡ്വാൻറ്റേജ് കണ്ടില്ലേ? ഇപ്പൊ കറക്റ്റ് ആ ഏരിയയിലേക്ക് വന്നിട്ട് കയറിപ്പോയത് കണ്ടില്ലേ? അപ്പൊ സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസും കൃത്യമായി വരച്ചു വെക്കുക. അപ്പൊ ഞാൻ വളരെ പോസിറ്റീവ് ആയിട്ടാണ് പറയുന്നത്. എനിക്കറിയാം ജിതിന് അതിന് പിക്ക് ചെയ്യാൻ കഴിവുള്ള ആളാണ്, അതിനുള്ള ക്വാളിഫിക്കേഷൻ ഉണ്ട്, ക്വാളിറ്റി ഉണ്ട് എന്ന് പറയുന്നത്. അപ്പൊ ഇനി നമുക്ക് വാഷ് ഔട്ട് ഒന്നും വേണ്ട, വലിയ സ്റ്റോപ്പ് ലോസ് ഒന്നും വേണ്ട. നമുക്ക് എന്ത് ചെയ്യാം, പതുക്കെ ഉള്ള ട്രേഡുകളിൽ കൂടെ പതുക്കെ നമുക്ക് തിരിച്ചു പിടിക്കാൻ ശ്രമിക്കാം കേട്ടോ. ഇത് ഓക്കെ എല്ലാവരും കാണുന്നുണ്ടല്ലോ അല്ലെ? ഇതിൽ വേറൊരു കാര്യം കൂടെ ഞാൻ പറയാം. ഇതിൽ ചെയ്യുന്ന സമയത്ത് ഒരു ക്ലാരിറ്റിക്ക് വേണ്ടിയിട്ട് ഇപ്പൊ പറഞ്ഞ പോലെ ഇവിടെ 1-2 എന്ന് എഴുതാൻ പറ്റുകയാണെങ്കിൽ ബെറ്റർ. 1-2 എന്ന് എഴുതാൻ പറ്റുകയാണെങ്കിൽ ബെറ്റർ. അല്ലെങ്കിൽ ഇതുപോലെ എന്തെങ്കിലും ഒന്ന് ഹൈലൈറ്റ് ചെയ്താൽ. പക്ഷെ ഇവിടെ നിങ്ങൾ BSSഉം MSSഉം നിർബന്ധമായിട്ടും എഴുതിയിടണം കേട്ടോ. മൊബൈലിലായോണ്ടാണ് മൊബൈൽ പ്രശ്നമാണ്. ഇതൊക്കെ സമയമുണ്ടല്ലോ. ലാപ്ടോപ്പ് കൊണ്ടുവന്നിട്ടുണ്ട്, പക്ഷേ ഡ്യൂട്ടി ടൈമില് എടുക്കാനൊരു പ്രശ്നമാണല്ലേ? ഓക്കെ, ഇവിടെ നെറ്റ് ആണെങ്കിൽ കുഴപ്പമില്ല. ഓക്കെ, അൻവർ കുറെ ദിവസത്തിന് ശേഷം അൻവറിന്റെ ട്രേഡ് ഒക്കെ കാണുന്നുണ്ട്. അൻവർ ഇത് എടുത്തിരുന്നു. അൻവർ പകുതി കഴിഞ്ഞിട്ടൊക്കെയാണല്ലോ ഷോ ഇതൊക്കെ കാണുന്നത്. എനിക്ക് അല്ല, അത് ഞാൻ വരച്ചിടാൻ കുറച്ച് വഴുകി. അതുകൊണ്ടാണ് അങ്ങനെ വന്നത്. ഫസ്റ്റ് ഇത് വരച്ചിടാനേ. ഇതും ഇപ്പൊ ക്ലിയർ ആണ്. അൻവറിന് ഇപ്പൊ MSSO BOSO അതൊന്നും അറിയാത്ത, സ്ട്രാറ്റജി ഒന്നും അറിയാത്തതല്ല പ്രശ്നം. പേടി ഇപ്പോഴും മാറിയിട്ടില്ല. അതാണ് നമുക്ക് ആ പരിപാടി പറ്റില്ല. ട്രേഡ് എടുക്കാം. ഞാനെന്താ പറയുന്നത് വെച്ച് കഴിഞ്ഞാല്, പേടിണ്ടെങ്കിൽ നടക്കില്ല. പേടിണ്ടെങ്കിൽ നടക്കില്ല. ഞാൻ പൊന്നും പറഞ്ഞിട്ടുണ്ട്, പേടിണ്ടെങ്കിൽ നടക്കില്ല. അൻവറിന് സ്റ്റോപ്പ് ലോസ് അറിയാമല്ലോ, സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് അറിയാത്തതോ അല്ലെങ്കിൽ സ്റ്റോപ്പ് ലോസ് അറിയാത്തതോ അതൊന്നുമല്ല. എല്ലാം അറിയാം, സ്ട്രാറ്റജിയെ കുറിച്ചൊക്കെ അറിയാം. എടുത്താൽ മാത്രമേ നമുക്ക് കോൺഫിഡന്റ് ആവുള്ളൂ. പക്ഷെ പിന്നെ ഒരു ട്രേഡിലെങ്ങാനും നമ്മൾ ലോസ് സംഭവിച്ചിട്ട് കഴിഞ്ഞാൽ പിന്നെ ഒരാഴ്ച 2 ആഴ്ച എടുക്കാതിരിക്കരുത്. കാരണം എന്താ വെച്ചാൽ ഇപ്പൊ ഇവിടെ ഇരിക്കുന്ന ആളുകൾക്ക് അൻവറിന്റെ കാര്യം ആലോചിച്ചിട്ടൊന്നും മറ്റുള്ള ആളുകളൊന്ന് ചിന്തിച്ചു നോക്കും. എല്ലാവരും അങ്ങനെ തന്നെയാണ് അല്ലെ? എല്ലാവരും 1-2 ട്രേഡ് സ്റ്റോപ്പ് വെച്ചിട്ടുണ്ടെങ്കിൽ അവർ എടുക്കുന്നുണ്ട്. നിങ്ങൾ എടുക്കുന്ന ആ ഗ്യാപ്പ് ഒന്ന് മ്യൂട്ട് ചെയ്തേ, ഭയങ്കര നോയ്സ്. അൻവർ എടുക്കുന്ന ഒരു ഗ്യാപ്പ് എന്ന് പറയുന്നത് എന്താ സംഭവം? ആ ഗ്യാപ്പ് ആക്ച്വലി അൻവറിന്റെ സ്കില്ലിനെ എന്ത് ചെയ്യാണ്? പണി തരാണ്. സ്കില്ലിന് നല്ലൊരു പണി തരാണ്. മനസ്സിലായോ? നല്ല അടിപൊളിയായിട്ട് പണി തരാണ് സ്കില്ലിന് കേട്ടോ. ഓക്കെ, മനസ്സിലായില്ലേ? ഓക്കെ. ജംഷീർ, നമ്മുടെ സ്ട്രാറ്റജി, ഞാനിപ്പോ 2ാമത്തെ ദിവസമാണ് ജംഷീറിനോട് ചോദിക്കുന്നത്, ഇതിലെവിടെയാണ് നമ്മുടെ സ്ട്രാറ്റജി? ശരിക്കും തേർഡ് ടച്ച് കിട്ടിയില്ല. എടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞാൽ അതിന് കാരണമുണ്ട്. തേർഡ് ടച്ച് ഡീലിംഗ് എടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞാൽ ആക്ച്വലി ഇത് 50 മിനിറ്റ്സിന്റെ ആയതുകൊണ്ടാണ്. ജംഷീർ ചെയ്യേണ്ട ഫോർമാറ്റ് ഞാൻ പറഞ്ഞുതരാം. 50 മിനിറ്റ്സിൽ അനാലിസിസ് ചെയ്യാം. ഇതാണ് ജംഷീറിന്റെ ആയ ടൈം ഫ്രെയിം. 5 മിനിറ്റ്സിൽ ആണ് മിഡ് ടൈം ഫ്രെയിം. മിഡ് ടൈം ഏതാണ്? 5 മിനിറ്റ്സ് ആണ്. 3 മിനിറ്റ്സിൽ എൻട്രിയിലേക്ക് വെക്കാം. 3 മിനിറ്റ്സിൽ എൻട്രി ആയിരുന്നെങ്കിൽ ഇത് ഇവിടുന്ന് പിക്ക് ചെയ്യേണ്ട എൻട്രി ആയിരുന്നു. ഇതിന്ന് പിക്ക് ചെയ്യേണ്ട എൻട്രി ആയിരുന്നു. 3 മിനിറ്റ്സിലാണ്. 5 മിനിറ്റ്സിലാണെങ്കിൽ എൻട്രി 50 മിനിറ്റ്സിൽ ഉണ്ട് കേട്ടോ. വരച്ചതിന്റെ അല്ലേ 50 മിനിറ്റ്സിൽ ഉണ്ടത്. ഇതിപ്പോ നേരത്തെ വന്നിട്ട് ഇപ്പൊ കയറിപ്പോയത് 50 മിനിറ്റ്സിൽ നിന്നല്ലേ കയറിപ്പോയത്? ഒരെണ്ണം കയറിപ്പോയിന്റ് ആയിരുന്നല്ലോ. ഇവിടെ വന്നിട്ട് ഒരെണ്ണം കയറിപ്പോയി വീണ്ടും ഇവിടെ ഹിറ്റ് ആയില്ലേ? ഒരിക്കൽ കൂടി അവിടെ ചെന്നു എന്നാണ് എന്റെ അറിവ്. ഞാനിപ്പോ അങ്ങനെയാണ് തോന്നിയത്. അപ്പോൾ 3 മിനിറ്റ്സിലാണെങ്കിൽ ഈ ഒരു എൻട്രി കിട്ടിയത്. മാത്രമല്ല ഇന്ന് നല്ല പെർഫെക്റ്റ് എൻട്രി ആയിരുന്നു. പെർഫെക്റ്റ് എൻട്രി എന്ന് വെച്ചാൽ പെർഫെക്റ്റ് എൻട്രി ആയിരുന്നു. ഇവിടെ ജംഷീറിന് പണി തന്നത് ചാർട്ട് പെപ്പർ സ്റ്റോൺ ആണ്. ഓൺഡേയിൽ പോയിട്ട് നോക്കുക. ഓൺഡേയിൽ 50 മിനിറ്റ്സിന്റെ എൻട്രി ഉണ്ടായിരുന്നു. നോക്കിയോ? ഓൺഡേയിൽ പോയി നോക്കുക. 50 മിനിറ്റ്സിന്റെ എൻട്രിയിൽ നോക്കിയാൽ കാണാം. 50 മിനിറ്റ്സ് ഓണ്ട. ഇപ്പൊ ഞാൻ വരച്ചിരിക്കുന്ന ഓണ്ടയാണത്. അപ്പൊ ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക് 50 മിനിറ്റ്സിന്റെ എൻട്രി എവിടെയായിരുന്നു എന്നുള്ളത് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. അല്ല, ക്ലിയർ എൻട്രി 50 മിനിറ്റ്സിലുണ്ടായിരുന്നു. ഓക്കെ, ക്ലിയർ ആയില്ലേ? അത് സ്ട്രാറ്റജി നമുക്ക് എടുക്കാൻ. നമുക്ക് ഇങ്ങനെ ഒന്ന് എടുത്തു കഴിഞ്ഞാൽ ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതൊരു ശീലവും. അരികിലും പക്കത്തൊക്കെ വന്നിട്ട് ട്രേഡ് എടുക്കുന്ന ശീലവും. അതെന്താണ്? നിങ്ങളുടെ ഒരു സിസ്റ്റത്തിൽ നിങ്ങൾ ഫോളോ ചെയ്യാനുള്ള ബുദ്ധിമുട്ടായിരിക്കും കേട്ടോ. ഒരു സിസ്റ്റം ഫോളോ ചെയ്യാനുള്ള ബുദ്ധിമുട്ടായിരിക്കും. ഇനി ഞാനിപ്പോ കാണിക്കുന്ന ബാദ്ഷയുടെ ആണ്. ബാദ്ഷയുടെ എന്താണ്? ഇപ്പൊ നോക്കിയാൽ കാണാം 50 മിനിറ്റ്സിന്റെ എന്ന് പറഞ്ഞ പോലെ തന്നെ ഇവിടെ
എന്ത് സംഭവിച്ചിട്ടുണ്ട് നീ കണ്ടില്ലേ? ഇത് 3 മിനിറ്റ്സിന്റെ അല്ല 3 മിനിറ്റ്സിന്റെ അല്ല, പക്ഷേ 5 മിനിറ്റ്സിന്റെ എൻട്രി ആണത്. 5 മിനിറ്റ്സിന്റെ എൻട്രി ആണ്. ഇത് കറക്റ്റ് ആയിട്ട് നമുക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ട്. സ്റ്റോപ്പ് ലോസ് ഇതിന്റെ താഴെയാണ് വരുന്നത്. ഇതേ മാർക്കറ്റ് ക്ലിയർ ആയിട്ട് ഇറങ്ങിയിട്ട് ഇത് 5 മിനിറ്റ്സിൽ നമുക്ക് ടാർഗറ്റ് കിട്ടിയിട്ടുണ്ട്. 5 മിനിറ്റ്സിന്റെ ക്ലിയർ ടാർഗറ്റ് ആണത് കേട്ടോ. ഭാഷ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വെറുതെ വരച്ചാൽ മാത്രം പോരാ, ഇവിടെ MSS BSS ഒക്കെ വരച്ചിടണം കേട്ടോ. ക്ലിയർ ആയിട്ട് വരച്ചിടണം. ഭാഷ കേൾക്കുന്നുണ്ടല്ലോ? എഴുതിയിടണം. പിന്നെ അതുപോലെ തന്നെ ഒരു എൻട്രി പോയിന്റ് ഇപ്പോൾ ഇവിടെ ഇങ്ങനെ വേണമെങ്കിൽ എൻട്രി പോയിന്റ് അങ്ങനെ എന്തെങ്കിലും എഴുതിയിടണം എന്നില്ല. ഒരു ജസ്റ്റ് ഒരു കുത്തിട്ട് എടുത്താലും മതി. ഇതുപോലെ തന്നെ എന്തെങ്കിലും ഒരു കുത്തോ കാര്യങ്ങളോ ഇട്ടാലും മതി കേട്ടോ. ഭാഷയുടെ വന്നിട്ടുണ്ട്. ഓക്കെ. ആൻഡ് ഭാഷയുടെ വീണ്ടും വന്നിട്ടുണ്ട്. വീണ്ടും ഏതാ വന്നിരിക്കുന്നത്? ഇത് ഏത് മിനിറ്റിന്റെ ഭാഷ? അത് കഴിഞ്ഞ അത് കഴിഞ്ഞ നമ്മൾ ക്ലാസ്സിന് ശേഷം എടുത്തതാ. ഗോൾഡ് ഇപ്പൊ ഒരെണ്ണം ലാസ്റ്റ് ഒരെണ്ണം ഗോൾഡ് വന്നിട്ടുണ്ട്. ഇപ്പൊ ഇത് 50 മിനിറ്റ്സിന്റെ ഗോൾഡ് അല്ലേ? അത് 50 മിനിറ്റ്സ് അല്ലേ? ഇത് 5 മിനിറ്റ്സ് അല്ലേ? 5 മിനിറ്റ്സ് 5 മിനിറ്റ്സ് ഓൺ ഡേ അല്ലേ? ചാർട്ട് ഓൺ ഡേ അല്ലേ? ഓൺ ഡേ. ഇതിപ്പോ നോക്കിയാൽ കാണാം, ജംഷീർ നോക്കിയാൽ കാണാം ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം. ഇതിപ്പോ ഓൺ ഡേയിൽ നല്ല ക്ലിയർ ആയിട്ട് ഇത് വന്നിട്ടുണ്ട്. കണ്ടോ? ഓൺ ഡേയിൽ കണ്ടോ എൻട്രി ഇട്ടിരിക്കുന്നത്? കണ്ടോ ജംഷീർ? കണ്ടില്ലേ? ക്ലിയർ ആയിട്ട് എൻട്രി ഇവിടെ വന്നിട്ടുണ്ട്. ഓൺഡയിൽ ക്ലിയർ ആയിട്ട് എൻട്രി ഇവിടെ വന്നിട്ടുണ്ട്. ഇത് പക്ഷേ എൻട്രി പോയിന്റ് കറക്റ്റ് അല്ലല്ലോ വെച്ചിരിക്കുന്നത് ജംഷീർ? അല്ല സോറി ബാദുഷ, എൻട്രി പോയിന്റ് കറക്റ്റ് അല്ലല്ലോ. ടൂള് നേരത്തെ വെച്ചതാ കിട്ടുന്നതിന് മുമ്പ്. ട്രേഡ് എടുത്തിരുന്നോ? എടുത്തിരുന്നു അല്ലേ? ഓക്കെ. ഇപ്പൊ ബാദുഷയുടെ 3 കണ്ടു. ഇനിയിപ്പോ ഞാൻ നേരത്തെ പറഞ്ഞ ഷാജഹാന്റെ ട്രേഡ് എന്ന് പറയുന്നത് എന്താണ്? ഏതിലാ? ബിറ്റ് കോയിനിൽ. ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ ട്രേഡ് കറക്റ്റായി ഏരിയയിൽ നിന്ന് 1, 2, 3 കറക്റ്റായി ഏരിയയിൽ നിന്ന് വന്നു. അത്യാവശ്യം നല്ല പ്രോഫിറ്റ് എന്നല്ല വലിയ രീതിയിലേക്ക് മുകളിലേക്ക് പോയ മാർക്കറ്റ് ഷാജഹാന്റെ BTCയിലുള്ള. ഇതൊക്കെ ഇന്നത്തെ ഒരു പ്രത്യേകത എന്താണെന്ന് അറിയാം ആർക്കെങ്കിലും? എന്താണ് പ്രത്യേകത? ഇതുവരെ നോക്കിയാലും എന്തെങ്കിലും നിങ്ങൾ ഫെയിലിയർ കണ്ടിരുന്നോ? എല്ലാരും സക്സസ് ആണെന്ന് തോന്നുന്നു. എല്ലാവരും സക്സസ് ആണ്. നമ്മൾ കറൻസിയിൽ ഈ സ്ട്രാറ്റജി പറയില്ല. കറൻസിയിൽ ഒന്നാമത് ഈ സ്ട്രാറ്റജി ചെയ്യിപ്പിക്കാതെ പ്രശ്നം ഇതാണ്. കാരണം എന്താ വെച്ചാൽ കറൻസിയിൽ ഈ സ്ട്രാറ്റജി നിങ്ങൾ പോയിട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതിങ്ങനെ നോക്കിയാൽ കാണാം, കറൻസിയിലൊക്കെ ഒരു പിപ്പ് മൂവ്മെന്റ് കിട്ടലൊക്കെ വളരെ ചെറിയ പിപ്പ് മൂവ്മെന്റ് കിട്ടുള്ളൂ. ഇപ്പൊ ഇതേപോലെ ഷമാസ് ഇവിടെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. ഷമാസ് അങ്ങോട്ട് പറഞ്ഞു കഴിഞ്ഞപ്പോൾ മനസ്സിലാവാത്ത രീതിയിലേക്ക് എത്തിയിട്ടുണ്ടാവും. ഷമാസ് ഇപ്പോൾ ഒന്നും കയറിയിട്ടില്ല. കാരണം ഇങ്ങനെയുള്ള ദിവസങ്ങളിലൊന്നും ഞാൻ കറൻസിയിൽ തൊടരുത് എന്ന് പറഞ്ഞതിൻ്റെ ഒരു കാരണം അതാണ്. നിങ്ങൾക്ക് കിട്ടില്ല. ഇതൊക്കെ ക്ലിയർ ആയിട്ട് നോക്കിയാൽ തന്നെ 1:1 പോലും ഇല്ല. കണ്ടോ? 1:1 പോലും ഇല്ല. നിങ്ങൾ എടുക്കല്ലേ? നിങ്ങൾക്ക് ഇത്രയും വലിയൊരു സ്റ്റോപ്പ് ലോസ് വെച്ചിട്ടൊക്കെ നിങ്ങൾ ട്രേഡ് എടുക്കണേ ചിലപ്പോൾ 2 ദിവസം പിടിക്കും. കറൻസിയിലൊക്കെ ശരിക്കും നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ, അതിന്റെ റിസ്ക് റിവാർഡ് കിട്ടണമെങ്കിൽ കറൻസിയിൽ ഒരാളും എടുക്കരുത്. ഞാൻ വീണ്ടും പറയുന്നത് കറൻസിയിൽ എടുക്കരുത്. നിങ്ങൾക്ക് അതിന് വേണ്ടിയിട്ടാണ് 3 തന്നിരിക്കുന്നത്, പെയറുകൾ തന്നിരിക്കുന്നത്. ആ 3 പെയറിൽ തന്നെ ഇഷ്ടം പോലെ ഇന്നിപ്പോ തന്നെ കണ്ടില്ലേ നല്ലോണം കിട്ടിയിരുന്നതാണ്. ഇതിപ്പോ GBP USDയിലാണ് ഷമാസ് എടുത്ത് വെച്ചിരിക്കുന്നത്. കറൻസിയിൽ എടുക്കാതിരിക്കാം. ഷെബിൽ എന്ത് പറ്റിയെന്ന് BE ആയത്? ഷെബിലെ എന്ത് പറ്റി? അത് TP അടിക്കുന്നത് കിട്ടിയില്ല. TP കറക്റ്റ് കിട്ടില്ല. ഇവിടെ നമ്മുടെ ഇത് ഏത് 5 മിനിറ്റിലുണ്ട്. ഇവിടെ 1, 2, 3 തവണയായി. അത് 4 തവണയായോ? വീണ്ടും ആ ഏരിയയിലേക്ക് മാർക്കറ്റ് പോവാണ്. പിന്നെ അതിന്റെ മുകളിൽ ബ്രേക്ക് ആവും എന്നുള്ള രീതിയിൽ വെക്കരുത്. കാരണം എന്താണ്, ഇവിടെ നമുക്ക് ഓൾറെഡി അല്ല ഞാൻ വരച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇതൊക്കെ ഇവിടെ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടുത്തെ TP ആക്ച്വലി ലെഗ് ഫാക്ടർ ആണ്. ഒന്നാമത്തെ കാര്യം ലെഗ് ഫാക്ടർ ആണ്. രണ്ടാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞ പോലെ ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ മാർക്കറ്റ് മിനിമം ഇപ്പൊ വീണ്ടും അതേ തെറ്റ് തന്നെ ഷെബിൽ ചെയ്ത് വെച്ചിട്ടുണ്ട്. 1, 2, 3 തവണ. 4ാമത്തെ ഒരു ഇതിൽ വീണ്ടും വരുമ്പോൾ മാർക്കറ്റ് മിനിമം ടാർഗറ്റ് ചെയ്യുന്നത് ഈ ലോയാണ്. ഷെബിയെ പറഞ്ഞിട്ടുണ്ടോ പലതവണ കഴിഞ്ഞ ആഴ്ച പറഞ്ഞിട്ടുണ്ട്. എന്താണ് മനസ്സിലാവാത്തത്? ശ്രദ്ധിക്കാൻ പറ്റണില്ലേ? ഞാനിപ്പോ എന്നും പറയുന്നുണ്ട്. എന്താ മനസ്സിലാവാത്തത്? കാരണം ഇങ്ങനെ വരുന്ന സമയത്ത് ഈ ട്രേഡ് അവോയ്ഡ് ചെയ്യണം. 2-3 തവണയൊക്കെ ഒരു ഇതിലേക്ക് വരുന്ന ഒരു ഏരിയയിലേക്ക് വരുന്ന സമയത്ത് മാർക്കറ്റ് ട്രേഡ് അവോയ്ഡ് ചെയ്യണം. ഫോർച്ചുനേറ്റ്ലി എന്ത് സംഭവിച്ചു? ഒരു തവണയും കൂടി മാർക്കറ്റ് മുകളിലേക്ക്, 1 അല്ല 2 തവണ വീണ്ടും മാർക്കറ്റ് പോയി. 3+3 6 തവണയാണ് ഒരു ഏരിയയിലേക്ക് വരുന്നത്. ഓക്കെ, മാർക്കറ്റ് 2 തവണ വീണ്ടും പോയി ഫോർച്ചുനേറ്റ്ലി. അല്ലെങ്കിൽ ഇത്
ക്ലിയർ ആയിട്ട് താഴോട്ടേക്ക് വരാനുള്ള എല്ലാ ലക്ഷണങ്ങളും ഉണ്ട്. കാരണം നോക്കിയാൽ കാണാം ക്ലിയർ ആയിട്ട് 3 ക്യാൻഡിൽ എന്ത് തന്നിട്ടുണ്ട്, നല്ലൊരു കണ്ടിന്യൂഷൻ ക്യാൻഡിൽ തന്നിട്ടുണ്ട്, ഡിസ്പ്ലേസ്മെന്റ് തന്നിട്ടുണ്ട് അവിടെ. അപ്പൊ അത് ഈ ഒരു ലോയിനെ ടാർഗറ്റ് ചെയ്യാനുള്ള എല്ലാ സാധ്യതയും കാണുന്നുണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള ട്രേഡുകൾ അവോയ്ഡ് ചെയ്ത് വിടുക ഷെബിൽ. മനസ്സിലായോ? ഇല്ലല്ലേ? ഇല്ലല്ലേ? മനസ്സിലായി. അവോയ്ഡ് ഇല്ല, അവോയ്ഡ് ഇതിന് ചെയ്ത് മുന്നത്തെ 2 ട്രേഡ് നല്ല ട്രേഡ്സ് ഉണ്ടായിരുന്നു, പക്ഷെ അത് നല്ല ഷോപ്പിൽ നല്ല തിരക്കാനെ അടിപൊളി കൊണ്ട് അടിപൊളി നല്ല ശ്രദ്ധിക്കാം. ട്രേഡ്. ഇന്നത്തെ ഞാൻ പറഞ്ഞത് ഇന്നത്തെ പ്രത്യേകത എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് ബി എന്ന് പറഞ്ഞ് എടുത്ത ഒറ്റ ആളുള്ളൂ, ഷബീർ മാത്രമേ ഉള്ളൂ ഇന്ന് ബി എടുത്തത്. ഇന്ന് എല്ലാവരും സക്സസ് ആവും. അത് ഞാൻ പറഞ്ഞ അത്രയും ടോപ്പ് മാർക്കറ്റ് ആയിരുന്നു നമ്മുടെ സ്ട്രാറ്റജിക്ക്, അത്രയും ടോപ്പ് മാർക്കറ്റ് ആയിരുന്നു. എല്ലാവർക്കും നല്ല സൂപ്പർ മാർക്കറ്റ് ആയിരുന്നു ഇതില് സ്ട്രാറ്റജിക്ക്. ഞാൻ നിങ്ങൾക്ക് ഇനി ഇതെടുത്ത് കാണിച്ചു തരാം. ഇപ്പൊ ജിതിൻ എന്നൊരു ട്രേഡ് എടുത്തിട്ടുണ്ട്. ഞാനിപ്പോ PNL ആണ് വായിക്കുന്നത്. ജിതിന്റെ ഒരു ട്രേഡ് സക്സസ് 4.96 ആണ് പ്രോഫിറ്റ് കിട്ടിയിരിക്കുന്നത്. ലോഡ് സൈസ് വരുന്നത് 0.1 ലോഡ് സൈസ്. അതുപോലെ ഷെബിലി പറഞ്ഞ പോലെ ബ്രേക്ക് ഈവൺ, അതായത് ഒരു ട്രേഡ് ഒരു ബ്രേക്ക് ഈവൺ, ഇപ്പോൾ പ്രോഫിറ്റ് ഒന്നുമില്ല. അൻവർ ഒരു ട്രേഡ് ഒരു സക്സസ് 2.82, അതും 0.01 ആണ്. ഷെല്ലി നോ ട്രേഡ് എഴുതിയിട്ടുണ്ട്. ഷാജഹാൻ ഒരു ട്രേഡ് ഒരു സക്സസ് 95.59, അതായത് 0.10 ആണ് ഷാജഹാന്റെ, അപ്പൊ അതാണ് 95 പോയിന്റ് വരുന്നത്. ബാദിഷ 3 ട്രേഡ് 3 സക്സസ് 18.61. പക്ഷെ നല്ലൊരു പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യുന്നുണ്ട്. 3 നല്ല അടിപൊളി ട്രേഡുകൾ കിട്ടിയിട്ടല്ലോ. കിട്ടി സാറേ. 0.01 എടുത്തിരിക്കുന്ന കേട്ടോ ബാദിഷ. ജംഷീർ ഒരു ട്രേഡ് ഒരു ലോസോ ജംഷീർ ലോസ് ആയിരുന്നോ? +10 എഴുതിയിട്ടുണ്ട് ജംഷീർ. പക്ഷെ ആ ഒരു ട്രേഡ് ലോസ് അറിയേണ്ടതായിരിക്കും. ലോസ് അറിയാണ്ടോ ഞാൻ കണ്ടിട്ടില്ല. ഓക്കെ, അത് നമ്മുടെ സ്ട്രാറ്റജിയിലേക്ക് നമ്മൾ കൂട്ടില്ല കേട്ടോ. ആ ഒരു ഇല്ല. അങ്ങനെ എടുക്കുകയാണെങ്കിൽ സ്ട്രാറ്റജിയിലൊന്നും കൂട്ടില്ല. നമ്മൾ വീക്കിലി ഇതിൽ നിന്ന് കുറച്ചിടണം കേട്ടോ. ഇല്ല, ഞാനത് അത് ലോസ് ഇല്ല, ഒറ്റ ട്രേഡേ ഉള്ളൂ. അല്ല, ഒറ്റ ട്രേഡ് ആണെങ്കിൽ പോലും ആ ട്രേഡിനെ നമ്മൾ സ്ട്രാറ്റജി ബേസ് ആയിട്ട് കൂട്ടില്ല. വീക്കിലി PNL അത് എന്ത് ചെയ്ത് അപ്ഡേറ്റ് ചെയ്യരുത്, കുറച്ചിടണം. നമ്മൾ കറക്റ്റ് ഫോളോ അപ്പിൽ ചെയ്യുന്ന കാര്യങ്ങൾ മാത്രമേ നമ്മൾ കൂട്ടുള്ളൂ, അല്ലാത്തൊന്നും കൂട്ടില്ല. നിങ്ങൾ അടുത്ത് വന്നു അകലേക്ക് പോയി എന്നുള്ള രീതിയിലേക്ക് വരരുത്. അല്ല, അടുത്തുനിന്ന് ഓരോരുത്തരും ചാരത്തുനിന്ന് എടുക്കുന്ന ട്രേഡുകളൊന്നും ഇതിലേക്ക് ആഡ് ചെയ്യരുത്. കറക്റ്റ് സ്ട്രാറ്റജി എന്താണോ പറയുന്നത് അതിൽ ബേസ് ചെയ്തിട്ട് മാത്രം എടുക്കാം. ഓക്കെ, അതിനെ ബേസ് ചെയ്ത് മാത്രം ആഡ് ചെയ്യാം. ഇവിടെ ഇരിക്കുന്ന എല്ലാവരോടും പറയുന്നു കേട്ടോ, ഇതിൽ പറഞ്ഞ ഞാൻ സ്ട്രാറ്റജി ബേസ് അല്ല എന്ന് പറഞ്ഞതൊന്നും ആഡ് ചെയ്യരുത് എന്നാണ്. ഓക്കെ, അപ്പൊ ഇത്രയാണ് ഇന്നത്തെ അനാലിസിസ്. ഇന്ന് ഞാൻ നോക്കുന്ന സമയത്ത് ഇപ്പോ എത്ര പേര് എടുത്തിട്ടുണ്ട് ഞാൻ നോക്കട്ടെ കേട്ടോ. ഇന്ന് എടുത്ത് 1 2 3 4 5 6 7 8 പേര് എടുത്തിട്ടുണ്ട് കേട്ടോ. 8 പേരൊന്നും എടുത്തിട്ടുണ്ട്. അതിൽ 8-ല് ആരതാണ് ജംഷീർ ഒഴിച്ച് ബാക്കി 7 പേരുണ്ട്. 7 പേര് ട്രേഡ് 7 പേരിൽ 6 പേരും ട്രേഡ് സക്സസ് ആയിരുന്നു. ഒരാൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഒരാൾ ബ്രേക്ക് ഈവൻ ചെയ്തിട്ടുണ്ട്. എനിവേ, ഇന്ന് അത്യാവശ്യം നല്ലൊരു മാർക്കറ്റ് ആയിരുന്നു എന്നുള്ളതിന്റെ ഏറ്റവും വലിയ സൂചനയാണ് ഇപ്പോൾ കാണുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ ഒരു പോസ്റ്റ് മാർക്കറ്റ് അനാലിസിസ്. അപ്പോൾ നമ്മൾ പോസ്റ്റ് മാർക്കറ്റ് അനാലിസിസ് അവസാനിപ്പിക്കുകയാണ്. അത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് പുതിയ ആൾക്കാർക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. അത് ഞാൻ കഴിഞ്ഞ് കഴിഞ്ഞിട്ട് പറയാം. അതിൻ്റെ ഉള്ളിൽ വേറെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ സംസാരിക്കാൻ ആളുകളുണ്ടോ, സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ചോദിക്കാം.